നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവൾ ഇനി നന്നാവുമെന്നോ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ ഒന്നും വേണ്ട, വിട്ടേക്ക്. പക്ഷേ ബന്ധം ഒഴിയാൻ അവളെ കുത്തിരി പിടിച്ചു നിർത്തി സമ്മതിപ്പിക്കണം. വിവാഹമോചനത്തിന്റെ കാര്യവും പറഞ്ഞേ അവളുടെ പിന്നാലെ നടക്കാൻ എന്നെ കിട്ടില്ല. എന്നാ എന്നെ കിട്ടും. എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാറേ. എന്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. പഞ്ചകൈലാസത്തിലെ കൊക്കയിൽ വീണ എന്റെ ശരീരത്തിൽ പ്രാണന്റെ ഒരു തുടിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ തുടിപ്പിൽ നിന്ന് ജീവിതത്തിലേക്ക് ഞാൻ പിടിച്ചു കയറിയത് എന്റെ അമ്മയെ വിചാരിച്ച് മാത്രമാ. ഇനി ഞാൻ എന്തിനാ സാറേ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാ? ആശ്വസിപ്പിക്കാൻ കഴിയും ദുഃഖമല്ല നിന്റെ എന്ന് എനിക്കറിയാം മോനെ. നഷ്ടപ്പെട്ട പിന്നെ തിരിച്ചു കിട്ടാത്ത അമ്മയെ മാത്രമാ. അതിന് പകരം വെക്കാനൊന്നുമില്ല. എല്ലാവരും ഒരു ദിവസം മരിക്കും. അമ്മയെന്ന് പറയുന്നത് ഒരു തുടർച്ചയാ. മരിച്ചു കഴിഞ്ഞാലും മക്കളിലൂടെ അവർ ജീവിക്കും. അമ്മമാർ പറഞ്ഞു കൊടുത്ത അറിവും നന്മയുമൊക്കെ മക്കളുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർ അവരെ ഓർക്കുകയും ചെയ്യും. മക്കളുടെ നല്ല ജീവിതം കണ്ട് അമ്മമാരുടെ ആത്മാക്കൾ സന്തോഷിക്കുകയും ചെയ്യും. രോഹിത്, കരയാതെ. നീ ഇനി ആ വീട്ടിൽ നിൽക്കുന്നില്ല. നീ ഇനി താമസിക്കുന്നത് ഇവിടെയാ. സത്യമേ, അത് ഡ്രൈവറായിട്ടല്ല, ഞങ്ങളുടെ മകനായിട്ട്. വിഷ്ണുവിന്റെയും പ്രീതിയുടെയും സഹോദരനായിട്ട്. സർ, അത് ഒന്നും പറയണ്ട ബ്രോ. ഇതേ ഞങ്ങളെല്ലാം ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അകത്തേക്ക് വരൂ രോഹിത്. അതെ, ഫ്രീ ആയിട്ട് ഒരു അച്ഛനെയും അമ്മയും ഇത്രയും സഹോദരങ്ങളെയൊക്കെ കിട്ടുന്നതല്ലേ, ഒന്ന് അനുസരിക്കും മാഷേ. ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. ഓ, അവളുടെ ഒരു ശുഷ്കാന്തി. എന്റെ കഴുത്തിൽ ഒരു താലി ഉണ്ടായിരുന്നു, സീമന്തരേഖയിൽ സിന്ദൂരവും. അത് രണ്ടും ഇല്ലാതാക്കിയത് അവളാ. നിന്റെ അമ്മ തീർന്നടാ, അടുത്തത് നീയാ. എന്റെ അമ്മ പോയടി. എനിക്കിനി മുന്നും പിന്നും നോക്കാനില്ല. ഒന്നുകിൽ നിനക്ക് ജയില്, അല്ലെങ്കിൽ നീ എന്റെ കൈ കൊണ്ട് ചാവ്. കാണാവടാ. ഒറ്റപ്പെട്ട രണ്ടുപേരുടെ കൂടിച്ചേരലായിരുന്നു ഞങ്ങളുടെ കല്യാണം. പരസ്പരം ഒറ്റയ്ക്കാവാതിരിക്കാനുള്ള മത്സരമായിരുന്നു ഞങ്ങൾക്ക് ജീവിതം. ദൈവത്തിന് ഞങ്ങളോട് അസൂയ തോന്നിയെന്ന് തോന്നുന്നു. എന്നെ ഒറ്റയ്ക്കാക്കി അദ്ദേഹത്തെ മാത്രം വിളിച്ചുകൊണ്ടുപോയി.
നാളെ നിങ്ങൾ എത്തുമ്പോഴേക്കും അമ്മ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോ. അമ്മ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടാ. ഞാൻ ഇപ്പൊ തന്നെ ഞാൻ അമ്പലത്തിൽ നിന്നും പോവാതെ നേരെ വണ്ടി എടുത്ത് അങ്ങ് വരും. നാളെ ശിവക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് ഇങ്ങ് വന്നാ മതി. അമ്മയും മാമ്പഴ പുളിശ്ശേരിയും എന്നും ഇവിടെ ഉണ്ടല്ലോ. അമ്മ ഓർമ്മ വന്നല്ലേ? സാരില്ലടാ, ഞങ്ങളിപ്പോ രോഹിത്തിനെ പറ്റി സംസാരിക്കുകയായിരുന്നു. തന്റെ ജീവിതത്തിലെ എല്ലാ നഷ്ടങ്ങൾക്കും കാരണക്കാരി ഒരൊറ്റ ഒരാളാ, സുസ്മിത. തന്റെ അച്ഛൻ, അമ്മ, രണ്ടുപേരുടെയും മരണത്തിന് കാരണക്കാരി അവള് തന്നെയാ. അവള് വന്നു ചേർന്നത് മുതൽ തന്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഭാര്യാവേശം കെട്ടി തന്റെ ഭാവി നശിപ്പിച്ചൊരു വിഷവൃക്ഷമായിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുക അവള്. എനിക്കറിയാം വിഷ്ണു, അതേക്കുറിച്ച് തന്നെയാ ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നത്. അവളെ കാണുന്തോറും എന്റെ ഉള്ളിലെ പക പെരുകിക്കൊണ്ടിരിക്കുക. അവളെ ഈ രണ്ട് കൈകൊണ്ട് ഞെരിച്ച് കൊന്നിട്ട് നേരെ പോയി പോലീസ് കീഴടങ്ങിയല്ലോ എന്ന് പലവട്ടം ഞാൻ ആലോചിച്ചതാ. അല്ലെങ്കിൽ മോഹനന്റെയും പത്മാവതി അമ്മയുടെയും മകനായ ഈ രോഹിത്തിനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്നെയുള്ള അർഹത നഷ്ടമാവും. അവൾ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും കുറ്റബോധം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അവളുടെ പ്രാണവേദന, പശ്ചാത്താപം, ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തീരില്ലേ രോഹിത്? രക്തം മരവിപ്പിക്കുന്ന ക്രൂരതകൾ ചെയ്തവൾക്ക് അത്രയും കുറഞ്ഞ ശിക്ഷ മതിയോ? പോരാന്നറിയാം. ആയുഷ്കാലം മുഴുവൻ അവൾ പശ്ചാത്തപിക്കാനും പരിതപിക്കാനും വേണ്ടിയല്ലേ നമ്മൾ നിയമത്തിന്റെ വഴിയെ പോയത്. എന്നിട്ട് എന്ത് പ്രയോജനമുണ്ടായി? അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലേ? സുസ്മിത ജാമ്യത്തിൽ വിട്ടാൽ ഇനിയും പല ജീവനുകളും പൊലിയുമെന്ന് അർജുൻ കോടതിയിൽ മുന്നറിയിപ്പ് നൽകിയതല്ലേ? അത് അച്ചട്ടായി. എന്റെ അമ്മയുടെ ജീവൻ നഷ്ടപ്പെടാനും അവൾ തന്നെ കാരണമായി. നിയമത്തിന്റെ വഴിയെ പോയതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ലെന്ന് പറയാനാവില്ല രോഹിത്. ഏതോ കേസ് തീർന്നില്ലല്ലോ, അത് അവധിക്ക് വെച്ചിരിക്കുകയല്ലേ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സാധാരണ വഴക്കെന്ന് കരുതി അന്നേ കേസ് തള്ളേണ്ടതായിരുന്നു കോടതി. പക്ഷേ സാക്ഷി പട്ടിക നൽകിയപ്പോ പ്രീതിയെ അത് ഉൾപ്പെടുത്താൻ ദൈവം തന്നെയാവും എന്നെ കൊണ്ട് തോന്നിപ്പിച്ചത്. സുസ്മിതയുടെ സാന്നിധ്യം പ്രീതിയെ പഞ്ചകൈലാസത്തിലുണ്ടായ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുമെന്ന അബ്ദുൽ ഖാദർ ഡോക്ടർ പറഞ്ഞത്. സുസ്മിതയെ കൂടി പങ്കാളിയാക്കി നമ്മൾ പഞ്ചകൈലാസത്തിലെ സംഭവങ്ങൾ പുനഃസൃഷ്ടിച്ചാലോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.